ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ലൊരു ക്യാബേജ് പക്കോട തയ്യാറാക്കിയാലോ. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണിത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. 1 കപ്പ് സവാളയാണ് ഞാനിവിടെ സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. ഇതുകൂടാതെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും 2 പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞതും ഏകദേശം 1/4 ടീസ്പൂണോളം ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ഞാനിവിടെ പ്ലേറ്റിലെടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ നമുക്ക് ക്യാബേജ് ആവശ്യമുണ്ട്. ഞാനിവിടെ 2 കപ്പ് നിറയെ ക്യാബേജ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കനം കുറച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ക്യാബേജ് എടുത്തതിൻ്റെ പകുതി അളവിലാണ് സവാള ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ നമുക്കൊരു വലിയ ബൗളിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കാം. നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും മറ്റ് ചേരുവകളെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഉള്ളിവട തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇത് നോർമൽ ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ കായം പൊടിച്ചതാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് തിരുമ്മി യോജിപ്പിക്കണം. ഒരു 2 മിനിറ്റ് എങ്കിലും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സവാളയിൽ നിന്നുള്ള വെള്ളമൊക്കെ വരും. ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതുപോലെ നന്നായിട്ട് തിരുമ്മിയെടുക്കുമ്പോൾ ഈ സവാളയിൽ നിന്ന് വരുന്ന വെള്ളത്തിലാണ് നമ്മളിത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെയൊക്കെ അളവ് കൂട്ടാം. ഞാനിപ്പോൾ 2 പച്ചമുളക് മാത്രമാണ് ചേർത്തത്. ഇതിലേക്ക് ഞാനിപ്പോൾ 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഈ കടലമാവിൻ്റെ അളവ് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ ആദ്യം 3 ടേബിൾ സ്പൂൺ നിറയെ ചേർത്തിട്ടുണ്ട്. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ കടലമാവ് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കാതെ തന്നെ ഇത് കുഴച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഉള്ളിവട തയ്യാറാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇതിലിപ്പോൾ 2 കപ്പ് ക്യാബേജ് ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ കൂടി കടലമാവ് ചേർക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ സവാളയിൽ നിന്നൊക്കെ നല്ലതുപോലെ വെള്ളം വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കാം. കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല. 10 മിനിറ്റ് മാത്രം മതിയാകും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് ഒരു കടായിൽ കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെജിറ്റബിൾ ഓയിലിന് പകരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും മതി. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ വളരെ കുറച്ച് വീതം എടുത്ത് നമുക്ക് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ആദ്യത്തെ ബാച്ചിൽ ഞാനൊരു 6 എണ്ണമാണ് വറുത്തെടുക്കുന്നത്. ഈ ഒരു അളവിൽ ഇൻഗ്രീഡിയൻസ് എടുത്തു കഴിഞ്ഞാൽ 12 ക്യാബേജ് പക്കോട നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അല്പസമയം കഴിഞ്ഞ് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 2 വശവും കളറൊക്കെ നന്നായിട്ട് മാറി വരുന്നത് വരെ ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാം. തീ ഒരുപാട് കൂട്ടി വെക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്. ഇതിപ്പോൾ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ ക്യാബേജ് പക്കോടയാണിത്. ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ക്യാബേജ് പക്കോടയും കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ഡെലീഷ്യസ് റെസിപ്പീസ് ചാനൽ കൂടി ഒന്ന്
സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്